ഉൽപ്പത്തി പുസ്തകം 36-ാം അധ്യായം. ഏദോം എന്ന ഏശാവിൻ്റെ വംശപരമ്പരയാവിത്. ഏശാവിന് ഹിത്യനായ ഏലോമിൻ്റെ മകൾ ആദാ, ഹിവ്യനായ സിബെയോൻ്റെ മകളായ അനായുടെ മകൾ ഒഹൊലീബാമ എന്നീ കനാന്യ കന്യകമാരെയും ഇശ്മയേലിൻ്റെ മകളും നെബയോത്തിൻ്റെ സഹോദരിയുമായ ബാസമത്തിനെയും ഭാര്യമാരായി പരിഗ്രഹിച്ചു. ആദാ ഏശാവിന് എലീഫാസിനെ പ്രസവിച്ചു. ബാസമത്ത് യെരൂവേലിനെ പ്രസവിച്ചു. ഒഹൊലീബാമ യെഹൂശിനെയും യലാമിനെയും കോരഹിനെയും പ്രസവിച്ചു. ഇവർ ഏശാവിന് കനാൻ ദേശത്ത് വെച്ച് ജനിച്ച പുത്രന്മാർ. എന്നാൽ ഏശാവ് തൻ്റെ ഭാര്യമാരെയും പുത്രന്മാരെയും പുത്രിമാരെയും വീട്ടിലുള്ളവരെയൊക്കെയും തൻ്റെ ആടുമാടുകളൊക്കെയും സകല മൃഗങ്ങളെയും കനാൻ ദേശത്ത് സമ്പാദിച്ച സമ്പത്തൊക്കെയും കൊണ്ട് തൻ്റെ സഹോദരനായ യാക്കോബിൻ്റെ സമീപത്തു നിന്ന് ദൂരെ ഒരു ദേശത്തേക്ക് പോയി. അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ വഹിയാതെ വണ്ണം അവരുടെ സമ്പത്ത് അധികമായിരുന്നു. അവരുടെ ആടുമാടുകൾ ഹേതുവായി അവർ പരദേശികളായി പാർത്തിരുന്ന ദേശത്തിന് അവരെ വഹിച്ചുകൂടാതെയും ഇരുന്നു. അങ്ങനെ ഏദോം എന്നു പേരുള്ള ഏശാവ് സോയീൻ പർവ്വതത്തിൽ കുടിയിരുന്നു. സോയീൻ പർവ്വതത്തിലുള്ള ഏദോമ്യരുടെ പിതാവായ ഏശാവിൻ്റെ വംശപാരമ്പര്യമാവിത്. ഏശാവിൻ്റെ പുത്രന്മാരുടെ പേരുകൾ ഇവ: ഏശാവിൻ്റെ ഭാര്യയായ ആദായുടെ മകൻ എലീഫാസ്, ഏശാവിൻ്റെ ഭാര്യയായ ബാസമത്തിൻ്റെ മകൻ യെരൂവേൽ. എലീഫാസിൻ്റെ പുത്രന്മാർ തേമാൻ, ഓമാർ, സെഫോ, ഗഥാം, കെനസ്. തിമ്ന എന്നവൾ ഏശാവിൻ്റെ മകനായ എലീഫാസിൻ്റെ വെപ്പാട്ടിയായിരുന്നു. അവൾ എലീഫാസിന് അമാലേക്കിനെ പ്രസവിച്ചു. ഇവർ ഏശാവിൻ്റെ ഭാര്യയായ ആദായുടെ പുത്രന്മാർ. യെരൂവേലിൻ്റെ പുത്രന്മാർ നഹത്ത്, സേറഹ്, ഷമ്മ, മിസ. ഇവർ ഏശാവിൻ്റെ ഭാര്യയായ ബാസമത്തിൻ്റെ പുത്രന്മാർ. സിബെയോൻ്റെ മകളായ അനായുടെ മകൾ ഹെലീബാമ എന്ന ഏശാവിൻ്റെ ഭാര്യയുടെ പുത്രന്മാർ ആരെന്നാൽ അവൾ ഏശാവിന് യേശൂഷ്, യലാം, കോരഹ് എന്നിവരെ പ്രസവിച്ചു. ഏശാവിൻ്റെ പുത്രന്മാരിൽ പ്രഭുക്കന്മാർ ആരെന്നാൽ ഏശാവിൻ്റെ ആദ്യജാതൻ എലീഫസിൻ്റെ പുത്രന്മാർ തേമാൻ പ്രഭു, ഓമാർ പ്രഭു, സെഫോ പ്രഭു, കെനസ് പ്രഭു, കോരഹ് പ്രഭു, ഗന്ധാം പ്രഭു, അമാലേക് പ്രഭു. ഇവർ ഏദോം ദേശത്ത് എലീഫസിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാർ. ഇവർ ആദായുടെ പുത്രന്മാർ. ഏശാവിൻ്റെ മകനായ യെരൂവേലിൻ്റെ പുത്രന്മാർ ആരെന്നാൽ നഹത്ത് പ്രഭു, സെരഹ് പ്രഭു, ഷമ്മ പ്രഭു, മിസ പ്രഭു. ഇവർ ഏദോം ദേശത്ത് യെരൂമേലിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാർ. ഇവർ ഏശാവിൻ്റെ ഭാര്യ ബാസമത്തിൻ്റെ പുത്രന്മാർ. ഏശാവിൻ്റെ ഭാര്യയായ ഒഹൊലീബാമയുടെ പുത്രന്മാർ ആരെന്നാൽ യേശൂഷ് പ്രഭു, യലാം പ്രഭു, കോരഹ് പ്രഭു. ഇവർ അനായുടെ മകളായി ഏശാവിൻ്റെ ഭാര്യയായ ഒഹൊലീബാമയിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാർ. ഇവർ ഏദോം എന്ന പേരുള്ള ഏശാവിൻ്റെ പുത്രന്മാരും അവരിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാരും ആകുന്നു. ഹോര്യനായ സെയീരിൻ്റെ പുത്രന്മാരായി ദേശത്തിൻ്റെ നിവാസികളായവർ ആരെന്നാൽ ലോതാൻ, ശോബാൽ, സിബെയോൻ, അന, ദിശോൻ, എസൽ, ദീശാൻ. ഇവർ ഏദോം ദേശത്ത് സെയീരിൻ്റെ പുത്രന്മാരായ ഹോര്യ പ്രഭുക്കന്മാർ. ലോതാൻ്റെ പുത്രന്മാർ ഹോരിയും ഹേമാമും ആയിരുന്നു. ലോതാൻ്റെ സഹോദരി തിമ്ന. ശോബാലിൻ്റെ പുത്രന്മാർ ആരെന്നാൽ അൽവാൻ, മാനഹത്ത്, ഏബാദ്, ഷെഫു, ഓനാം. സിബെയോൻ്റെ പുത്രന്മാർ അയ്യാവും ആനാവും ആയിരുന്നു. മരുഭൂമിയിൽ നിന്ന് തൻ്റെ അപ്പനായ സിബെയോൻ്റെ കഴുതകളെ മേയ്ക്കുമ്പോൾ ചൂടുറവകൾ കണ്ടെത്തിയ അന ഇവൻ തന്നെ. അനാവിൻ്റെ മക്കൾ ഇവർ ദീശോയും അനാവിൻ്റെ മകൾ ഒഹൊലീബാമയും ആയിരുന്നു. ദീശാൻ്റെ പുത്രന്മാരാരെന്നാൽ ഹെംദാൻ, എബ്ശാൻ, ഇത്രാൻ, കെരാൻ. യസേരിൻ്റെ പുത്രന്മാർ ബിൽഹാൻ, സാവാൻ, അക്കാർ,
ദീശാന്റെ പുത്രന്മാർ ഊസും ആരാനും ആയിരുന്നു. ഹോര്യ പ്രഭുക്കന്മാർ ആരെന്നാൽ ലോതാന്റെ പ്രഭു, ശോബാൽ പ്രഭു, സിബയോൻ പ്രഭു, അനാ പ്രഭു. ദിശോൻ പ്രഭു, എസർ പ്രഭു, ദീശാൻ പ്രഭു. ഇവർ സെയിൻ ദേശത്ത് വാണ മഹാപ്രഭുക്കന്മാർ ആയിരുന്നു. ഇസ്രയേൽ മക്കൾക്ക് രാജാവുണ്ടാകും മുമ്പേ ഏദോം ദേശത്ത് വാണുന്ന രാജാക്കന്മാർ ആരെന്നാൽ ബെയോന്റെ പുത്രനായ ബേല ഏദോമിൽ രാജാവായിരുന്നു. അവന്റെ പട്ടണത്തിൽ ദിൻഹാബ എന്നു പേർ. ബേല മരിച്ച ശേഷം വസ്ത്രക്കാരനായ സേരഹിന്റെ മകൻ യോബാസ് അവന് പകരം രാജാവായി. യോബാബ് മരിച്ച ശേഷം തെമേന്യ ദേശക്കാരനായ ഹൂഷാം അവന് പകരം രാജാവായി. ഹൂഷാം മരിച്ച ശേഷം മോവാബ് സമഭൂമിയിൽ വെച്ച് മിദ്യാനെ തോൽപ്പിച്ച് ബേലത്തിന്റെ മകൻ ഹദദ് അവന് പകരം രാജാവായി. അവന്റെ പട്ടണത്തിൽ അവീത്ത് എന്നു പേർ. ഹദദ് മരിച്ച ശേഷം മസ്രയക്കാരൻ സമ്ല അവന് പകരം രാജാവായി. സമ്ല മരിച്ച ശേഷം നദീതീരത്തുള്ള രഹോബത്ത് പട്ടണക്കാരനായ ശൗൽ അവന് പകരം രാജാവായി. ശൗൽ മരിച്ച ശേഷം അക്ബോരിന്റെ മകൻ ബാൽഹാനാൻ അവന് പകരം രാജാവായി. അക്ബോറിന്റെ മകനായ ബാൽഹാനാൻ മരിച്ച ശേഷം ഹദർ അവന് പകരം രാജാവായി. അവന്റെ പട്ടണത്തിൽ പാവു എന്നു പേർ. അവന്റെ ഭാര്യയ്ക്ക് മെഹദബേൽ എന്നു പേർ. അവൾ മെസാഹാബിന്റെ മകളായ മത്രേദിന്റെ മകളായിരുന്നു. വംശം വംശമായും ദേശം ദേശമായും പേര് പേരായും ഏശാവിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാരുടെ പേരുകൾ ആവിത്: തിമ്ന പ്രഭു, അൽവ പ്രഭു, യതേൽ പ്രഭു, ഹെലേബ പ്രഭു, ഏല പ്രഭു, പീനോൻ പ്രഭു, കെനസ് പ്രഭു, തേമാൻ പ്രഭു, ബിസ്ബാർ പ്രഭു, മക്തിയേൽ പ്രഭു, ഈരാം പ്രഭു. ഇവർ താന്താങ്ങളുടെ അവകാശത്തെയും വാസസ്ഥലങ്ങളിലും വാണ ഏദോമി പ്രഭുക്കന്മാർ ആകുന്നു. ഏദോമ്യരുടെ പിതാവ് ഏശാവ് തന്നെ. ഇങ്ങനെ 36 അധ്യായം അവസാനിക്കുന്നു.